തൊടുപുഴ നഗരസഭയിൽ നാടകീയ രംഗങ്ങൾ. ക്യാബിന് പുറത്ത് പ്രതിഷേധവുമായി ചെയർപേഴ്സൺ രംഗത്ത്. കൗൺസിൽ മിനിറ്റ്സ് രേഖാമൂലം ലഭിച്ചാൽ മാത്രമേ മടങ്ങുകയുള്ളൂ എന്ന് സാബിറ ജലീൽ പ്രതികരിച്ചു. കൗൺസിൽ തീരുമാനം അട്ടിമറിക്കുമോ എന്ന ആശങ്കയാണ് പ്രതിഷേധത്തിന് കാരണം. കൂടുതൽ വിശദാംശങ്ങളുമായി അഖിൽ കൂടി ചേരുകയാണ്. അഖിൽ, തൊടുപുഴ നഗരസഭയിൽ ഇത്തരത്തിൽ തുടർച്ചയായ നാടകീയ രംഗങ്ങളാണ് അരങ്ങേറുന്നത്. ഇപ്പോഴത്തെ പ്രതിഷേധവുമായി ചെയർപേഴ്സൺ ഉൾപ്പെടെ രംഗത്ത് വന്നിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ആര്യ, തൊടുപുഴ നഗരസഭയിൽ മുൻപെങ്ങുമില്ലാത്ത വിധത്തിലുള്ള നാടകീയ രംഗങ്ങളാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇതിനു മുൻപ് തൊടുപുഴ നഗരസഭ ചെയർപേഴ്സണായുള്ള സാബിറ ജലീലിനെതിരെ വൈസ് ചെയർമാൻ, കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള വൈസ് ചെയർമാൻ രംഗത്ത് വരികയും ഭരണസമിതി അംഗങ്ങൾ ഒന്നടങ്കം രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായി. അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തതാണ് തനിക്കെതിരെ ഇങ്ങനെ ഭരണസമിതി അംഗങ്ങൾ പ്രതിഷേധമുയർത്തുന്നതിന്റെ കാരണമെന്നായിരുന്നു അന്ന് സാബിറ ജലീൽ പറഞ്ഞത്. സാബിറ ജലീൽ രാജിവെക്കേണ്ടി വരും എന്ന ഘട്ടം വരെ എത്തി. അങ്ങനെ രാജിവെക്കേണ്ടി വന്നാൽ എന്താണ് സംഭവിച്ചതെന്ന് തുറന്നു പറയുമെന്നുള്ള രീതിയിലുള്ള വിവാദപരമായ പരാമർശങ്ങൾ വരെ നടത്തി. ഇതെല്ലാം വലിയ രീതിയിലുള്ള കോളിളക്കങ്ങൾ സൃഷ്ടിച്ചിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഇന്ന് കൗൺസിലിന്റെ മിനിറ്റ്സ് ആവശ്യപ്പെട്ടുകൊണ്ട് ക്യാബിനിൽ പ്രവേശിക്കാതെ ചെയർപേഴ്സൺ സാബിറ ജലീൽ ക്യാബിന് മുന്നിൽ കുത്തിയിരുന്നുകൊണ്ട് പ്രതിഷേധിച്ചത്. ഇന്നലെ നടന്ന കൗൺസിലിന്റെ മിനിറ്റ്സ് ആണ് ചെയർപേഴ്സൺ ആവശ്യപ്പെടുന്നത്. കൗൺസിലിൽ ചെയർപേഴ്സണും ഭരണകക്ഷി അംഗങ്ങളും തമ്മിൽ വലിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. ഈ കൗൺസിൽ തീരുമാനം അട്ടിമറിക്കുമോ എന്നുള്ള ആശങ്ക ഭരണസമിതിയുടെയും കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ ഈ കൗൺസിൽ തീരുമാനം അട്ടിമറിക്കുമോ എന്ന ആശങ്കയാണ് പ്രതിഷേധത്തിന് കാരണമെന്നാണ് സൂചന. എന്തിനായാലും മാധ്യമ പ്രവർത്തകർ എത്തിയതോടുകൂടി സാബിറ ജലീൽ ക്യാബിനിൽ പ്രവേശിക്കുന്ന ഘട്ടമുണ്ടായി. മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ തനിക്ക് മിനിറ്റ്സ് ആവശ്യപ്പെട്ടുകൊണ്ട് താൻ മിനിറ്റ്സ് ആവശ്യപ്പെട്ടിരുന്നു എന്നുള്ള കാര്യം അവർ സ്ഥിരീകരിക്കുന്നുണ്ട്. എന്നാൽ പ്രതിഷേധിച്ചില്ല എന്നുള്ള രീതിയിലാണ് സാബിറ ജലീൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത്. എന്തിനായാലും വലിയ രീതിയിലുള്ള നാടകീയ സംഭവങ്ങൾക്കാണ് ഇപ്പോൾ നിലവിൽ തൊടുപുഴ നഗരസഭ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ആര്യ, ഇടുക്കിയിൽ നിന്നും അഖിൽ ടി എസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്.